ഓക്കെ, വെൽക്കം ബായ് ഗൈസ്. എൻ്റെ പേര് എബിൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പം കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ട് കിറ്റിനെ പറ്റിയാണ്. അപ്പോൾ റൂട്ട് കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റൂട്ട് ആക്സസ്, ആ പേരിനകത്തെ പോലെ റൂട്ട് ആക്സസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ട് കിറ്റ് എന്ന് പറയുന്ന കോഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് എല്ലാ സിസ്റ്റത്തിനും വേണ്ടിയിട്ടുണ്ട്. ലിനക്സിനുണ്ട്, അതുപോലെ വിൻഡോസിനുണ്ട്, എല്ലാ സിസ്റ്റത്തിനും വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇത് അഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് ഈ ഒരു റൂട്ട് കിറ്റിൻ്റെ ബിഹേവിയർ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ വേണമെങ്കിലും അഫക്റ്റ് ആവും. മാൽവെയർ ത്രൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിഷിങ് ത്രൂവോ എങ്ങനെ വേണമെങ്കിലും ഇത് അഫക്റ്റ് ആവും. വൺസ് ഇത് അഫക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഓഫ് റൂട്ട് കിറ്റ്സ് ഉണ്ട്. കേണൽ ലെവൽ ആക്സസ് ഉള്ള റൂട്ട് കിറ്റ്സ് ഉണ്ട്. കേണൽ ലെവൽ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർ എലമെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ യൂസർ കൊറിയെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു കോർ എലമെൻ്റ് ആണ് എന്ത് കേണൽ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത്രയും മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സുകളെ പറ്റിയോ അല്ലെങ്കിൽ ടോപ്പിക്കുകളെ പറ്റിയോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കേണൽ ലെവൽ ആക്സസ് ഉള്ള റൂട്ട് കിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് യൂസർ മോഡ് റൂട്ട് കിറ്റ് ഉണ്ട്. യൂസർ മോഡ് റൂട്ട് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ബൈനറീസിനെ അല്ലെങ്കിൽ സിസ്റ്റം ബൈനറീസിനെയും അതുപോലെ ലൈബ്രറീസിനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് ഈ സിസ്റ്റം മോഡ് റൂട്ട് കിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ബൂട്ട് റൂട്ട് കിറ്റ് ഉണ്ട്. ബൂട്ട് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത് MBRനെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. MBR എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡിനെയാണ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം അഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റൂട്ട് കിറ്റ് അഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ആ റൂട്ട് കിറ്റിൻ്റെ ഒരു ബിഹേവിയറാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് അഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ OS ലോഡ് ആവുന്നതിന് ബിഫോർ തന്നെ ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റൂട്ട് കിറ്റ് ജനറേറ്റ് ചെയ്ത ആൾക്ക്. ഓക്കെ, പിന്നെ മെമ്മറി ബേസ്ഡ് റൂട്ട് കിറ്റ് ഉണ്ട്. ആ മെമ്മറി ബേസ്ഡ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാമിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു റൂട്ട് കിറ്റാണ് മെമ്മറി ബേസ്ഡ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹാർഡ്വെയർ ഫേംവെയർ റൂട്ട് കിറ്റ് ഉണ്ട്. നമ്മുടെ ബയോസ് UEFI ഒക്കെ അഫക്റ്റ് ആവുന്ന ഹാർഡ്വെയർ ഫേംവെയർ റൂട്ട് കിറ്റുകളുണ്ട്. അപ്പം ഇതൊക്കെയാണ് റൂട്ട് കിറ്റിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വൺസ് ഇത് അഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക. ഇനി പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ആൻറ്റി റൂട്ട് കിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആൻറ്റി വൈറസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ഒരു സേഫർ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക. ഈ അനാവശ്യ കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതുപോലെ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും ഇമെയിൽ അറ്റാച്ച്മെൻറ്റോ ലിങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് വിടുക. ഓക്കെ, പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൊണ്ടുവരാം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൊണ്ടുവരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫയർവാൾ അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ പ്രിവെൻഷൻ സിസ്റ്റം, അതെന്ത് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും ട്രാഫിക്കിൽ എന്തെങ്കിലുമൊക്കെ മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, റെഗുലർ സ്കാനിങ് ചെയ്യാം. റെഗുലർ സ്കാനിങ് മീൻസ് ഡെയിലി നിങ്ങളുടെ സിസ്റ്റം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാൽവെയറോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അഫക്റ്റഡ് ആയിട്ടുണ്ടോ. അതുപോലെ എന്താണ് ആൻറ്റി റൂട്ട് കിറ്റ് ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് മാൽവെയർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതും ആൻറ്റി വൈറസുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്യൂർ ബൂട്ട് എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എനേബിൾ ചെയ്യുന്നതിന് ത്രൂ നമ്മളെ ഫേംവെയർ ലെവൽ റൂട്ട് കിറ്റുകളെ തടയാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എഡ്യൂക്കേറ്റഡ് ആവുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് നോളജ് മാക്സിമം ഗ്യാദർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഇപ്പോൾ ബൂട്ട് ക്യാമ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ആവുക. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഒന്നും ചെയ്യാതെ കാണിക്കാനുള്ള ഇതില്ല. കാരണം ഡെമോൺസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റേതായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് റൂട്ട് കിറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, റൂട്ട് കിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, എങ്ങനെ റൂട്ട് കിറ്റ് ഒരു കോഡ് എഴുതാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോഴ്സുകളിലൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ട് കിറ്റ്. മാക്സിമം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ എബിൻ.